എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞ് പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. പോക്സോ, ബാലനീതി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഈ കേസിൽ വഴിത്തിരിവായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അച്ഛന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിലായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, ഈ കേസിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംശയങ്ങളാണ്, അതിൽ വന്നിട്ടുള്ള വിവരങ്ങളാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായി എന്ന് വ്യക്തമായത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധുവിൽ എത്തി നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ കുഞ്ഞിന്റെ അമ്മയാണ് ചോദ്യം ചെയ്യാനുള്ളത്. അമ്മയുടെ മൊഴിയായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകം. കാരണം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമ്മ വ്യക്തമായിട്ടുള്ള മൊഴികൾ നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ വിഷയം, അതായത് കുഞ്ഞ് ഇത്തരത്തിൽ പീഡനത്തിനിരയായി എന്ന കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നത് ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം അമ്മയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലും ഈ ഒരു കാരണം ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അപ്പോൾ അത് അമ്മയ്ക്ക് അറിവുണ്ടോ എന്ന കാര്യം സംശയിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യമാണ് ഇതിൽ നിർണായകമായത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലും, അതായത് കൊലപാതകത്തിലും ഒപ്പം തന്നെ ഈ കേസിലും അമ്മയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഇനി അടുത്ത നടപടിയായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അമ്മയുടെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. അത് എത്രയും വേഗം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം SP തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, അവരുടെ മാനസിക നില സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് അത്യാവശ്യമാണ്. അതിൽ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു, ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസിക നില സംബന്ധിച്ച റിപ്പോർട്ടുകൾ കിട്ടിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അമ്മയുടെ ചോദ്യം ചെയ്യലുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ കേസിൽ, അതായത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ കേസിൽ വളരെ നിർണായകമായത് അമ്മയുടെ മൊഴി തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് വളരെ കൃത്യമായിട്ട് ഈ കുഞ്ഞുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വളരെ സജീവമായിരുന്നു. അതിന് ആകത്തുകയായിട്ടാണ് ഇന്നലെ ഈ ഏറ്റവും അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇനി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരുപക്ഷെ അമ്മയെയും ഇയാളെയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ പോകും. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിയുടെ ചോദ്യം ചെയ്യൽ തന്നെ SP നേരിട്ടുള്ള ഒരു ഇടപെടൽ കൂടി നടത്തിക്കൊണ്ടാണ് അത്രയും വിപുലമായിട്ടുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് ഉണ്ടാകുന്നത്. SP നേരിട്ട്, റൂറൽ SP നേരിട്ട് ഉള്ള ഒരു അവരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ചോദ്യം ചെയ്യലും നടന്നിരിക്കുന്നത്. എന്തായാലും പഴുതടച്ചുള്ള ഒരു ചോദ്യം ചെയ്യലും അന്വേഷണവുമാണ് ഇത് ഇനി ഉള്ളത്. മാത്രമല്ല, ഈ ബന്ധു എങ്ങനെയാണ് ഈ കുടുംബത്തോട് പെരുമാറിയിരുന്നത്, അമ്മയോട് പെരുമാറിയിരുന്നത്, മാത്രമല്ല എങ്ങനെയാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതകം നടത്തിയത് അമ്മയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊലപാതകത്തിൽ ഈ ബന്ധുവിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നും കൂടി പുറത്തു വരേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിൽ അമ്മ ഒറ്റയ്ക്കാണോ ഉള്ളത്, ബന്ധുവിന് എന്തെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ ഈ വിഷയം, അതായത് കുഞ്ഞ് പീഡനത്തിനിരയായി എന്ന വിഷയം അമ്മയ്ക്ക് അറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടാണോ അമ്മ നേരിട്ടെടുത്ത ഒരു തീരുമാനമാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തുക, ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ മൊഴിയാണ്. അതിൽ അമ്മയുടെ മാനസിക നില, ഈ കുഞ്ഞിന്റെ അമ്മയുടെ മാനസിക നില സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷവും കൂടി അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാവുക. എന്തായാലും അവരുടെ മൊഴി തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഒപ്പം തന്നെ മറ്റ് തെളിവുകളെല്ലാം വേണം. അതിൽ തെളിവുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. അതാണ് ഈ കേസിൽ വഴിത്തിരിവായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതും അമ്മയുടെ മൊഴിയും മറ്റ് തെളിവുകളും, ഒപ്പം പ്രതിയുടെ മൊഴി, അത് പ്രധാനപ്പെട്ടതാണ്. പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയായിരിക്കും ഈ കേസിലെ തെളിവുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാകുക. എന്തായാലും പ്രതി ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പുത്തൻകുരിശ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഗോപിക.